കേരളം ബി.ജെ.പിക്ക് കിട്ടണമെന്നുള്ളതാണ്. അത് പറയാനുള്ളൊരു റീസൺ എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം വെറുത്ത് ബി.ജെ.പി വന്നാൽ എനിക്ക് തോന്നുന്നു കേന്ദ്ര സപ്പോർട്ട് കിട്ടുന്നുള്ളൊരു വിശ്വാസം. കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണ്. ഇത് തുടർഭരണം വേണ്ട. ഇപ്പം നാളെ രാവിലെ ഞങ്ങളെല്ലാവരും കോളിംഗ് ബൂത്തിൽ എത്താണ്. ആരാണ് ഇനി വരുന്ന ജനപ്രതി എന്നുള്ളത് അറിയില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വികസനങ്ങൾ ഒരുപാട് വന്നിക്കണേ. ഇനിയും അത് തുടർച്ചയായി വികസനം വരാൻ തുടർഭരണം തന്നെ വരണം എന്നാണ് ഞങ്ങളൊരു അഭിപ്രായം. ഇപ്പോൾ ഇവിടെ സൗത്തിലായാലും എവിടെയായാലും ഇവർ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തുടർഭരണം തന്നെ വരണം. ഇപ്പം മറ്റൊരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സമയം എടുക്കുകയാണ്. ഇപ്പോൾ പഴയ കാലങ്ങളിൽ തന്നെ ചിന്തിച്ചാലറിയാം, പെൻഷനെ സംബന്ധിച്ചിട്ടും ഓരോ കാര്യങ്ങൾ. പണ്ട് 600 രൂപ ഉമ്മൻചാണ്ടിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയിലെത്തിച്ച പെൻഷൻ വഴിയിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊരു കുടുംബത്തിന് 2000 രൂപയ്ക്ക് ഇനിയും ഈ സർക്കാർ മുന്നോട്ട് വന്നാൽ അതൊരു കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു നേട്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് നോക്കി വോട്ടുകൾ രേഖപ്പെടുത്തണം. ഇന്ന ചിഹ്നത്തിനെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കുണ്ടായ ഒരുപാട് മെച്ചങ്ങൾ ആരോഗ്യത്തിലായാലും ഹോസ്പിറ്റലിലെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരുപാട് നേട്ടങ്ങൾ. ഇപ്പോൾ ഈ ബീച്ച് ഏരിയകളൊക്കെ നവീകരണം, ടൂറിസ്റ്റ് വകുപ്പ് ഒക്കെ ഒരുപാട് നേട്ടങ്ങളാണ്. ഇപ്പോൾ വലിയ വലിയ പാലങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇനിയും നമ്മളൊരു ഭരണം മാറിക്കഴിഞ്ഞാൽ അതൊക്കെ നിലനിന്ന് കൊണ്ടുപോകാൻ വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ ഒരു അവസരം കൂടി കൊടുത്തിട്ട് ഇതാക്കണം എന്നാണ്. ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം വെറുത്ത്. ഇപ്പോഴത്തെ 5 വർഷക്കാലമുള്ള പിണറായിൻ്റെ നമ്മുടെ LDF സർക്കാരിൻ്റെ ഭരണത് എല്ലാത്തിനും പരാതികളും കുറ്റങ്ങളും ഒക്കെ തന്നെയുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മളെപ്പോലുള്ളത്, ഞാനൊരു വിധവയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് രാഹുൽ ഗാന്ധീൻ്റെ പല 5 വാഗ്ദാനങ്ങളുണ്ട്. വാഗ്ദാനങ്ങൾ എല്ലാവരും തരുന്നുണ്ട്. പക്ഷേങ്കിലും നമുക്കിപ്പോൾ ഒരു ഇതുണ്ട്, അങ്ങേയറ്റം ഒരു വാക്ക് തരുന്നുണ്ട്, പാലിക്കുന്നുള്ള. നമ്മളെപ്പോലുള്ളവർക്ക് മാസം കിട്ടുന്ന ഒരു പെൻഷൻ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊരു ഉപകാരമാവും. LDF സർക്കാർ തന്നിരുന്നു. പക്ഷേങ്കിലും അവരടുത്ത് കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് ഇതാണ്. ഇത് തുടർഭരണം വേണ്ട. ഈ ഒരു മാറ്റം നല്ലതാണ്, അനിവാര്യമാണ്. എൻ്റെ പേര് ബിജു, മുതലക്കുളം നിവാസിനിയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, 10 വർഷത്തോളം ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണമായിരുന്നു. വളരെ മോശമായൊരു ഭരണമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഞാൻ മനസ്സിലാക്കിയ ഒരു ഇതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ളൊരു ഭരണം. അപ്പോൾ അത് നിർബന്ധമായിട്ടൊരു ചേഞ്ചസ് വേണം. അടുത്ത ഒരു പാർട്ടി ഭരിക്കട്ടെ, നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്നിട്ട് നോക്കാമല്ലോ. പിന്നെ ഇത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ വിലക്കയറ്റം, അങ്ങനെ ശബരിമല ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഒരു ചേഞ്ചസ് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ടോട്ടലി ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ കേരളം ബി.ജെ.പിക്ക് കിട്ടണമെന്നുള്ളതാണ്. അത് പറയാനുള്ളൊരു റീസൺ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരും തലമുറയിൽ നമുക്കിവിടെ ഒരു കമ്പനി ഒന്നുമില്ല. 3-4 കമ്പനീസ് പൂട്ടി കിടക്കുന്നുണ്ട് ഇവിടെ. കേരളത്തിലെ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ കോൺട്രസ്റ്റ്, അതുപോലെ ഗോളിയോർ റയൻസ്, സ്റ്റീൽ കോംപ്ലക്സ്, ഇതൊക്കെ വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കുന്ന സംഭവങ്ങളാണ്. ഈ ഒരു സംഭവം ഇത്ര വർഷമായിട്ട് ഇവർക്ക് തുറക്കാനും സാധിച്ചിട്ടില്ല. അതിൻ്റെ കുറേ തൊഴിലാളികൾ ഇപ്പോഴും അതിൽ കുറേ ജോലി പോയ കുറേ തൊഴിലാളികളുണ്ട്. അവരൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം, നല്ലൊരു ഭരണം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബി.ജെ.പി വന്നാൽ എനിക്ക് തോന്നുന്നു കേന്ദ്ര സപ്പോർട്ട് കിട്ടുന്നുള്ളൊരു വിശ്വാസം. അതുമാത്രമല്ല, എന്തായാലും ഇവർ രണ്ടുപേരും മാറി മാറി കുറേ ഭരിച്ചല്ലോ. അതുകൊണ്ട് ബി.ജെ.പി വരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലൊരിത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം നമ്മളെ ഓട്ടോ ഫീൽഡായാലും എന്തായാലും മുന്നോട്ട് പോകുന്ന പ്രയാസമാണ്. വളരെ ബുദ്ധിമുട്ടും കാര്യം ബാക്കോട്ടാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം ഇതിനെക്കാട്ടി നല്ല ബുദ്ധിമുട്ട് ലെവലിൽ പോയതാണ്. ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും ഒക്കെയാണ് ഇപ്പോഴത്തെ സർക്കാർ വന്ന ശേഷം
ഇപ്പോൾ കുറച്ച് ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഇപ്പോഴും പണി വളരെ ക്ഷീണമാണ്. ഇപ്പോൾ ആദ്യമായെന്നല്ല, എന്നാലും ആദ്യത്തെക്കാട്ടിയും കൂടുതൽ മെച്ചമുണ്ടായിരുന്നു. ഇപ്പം വളരെ ബാക്കോട്ടാണ് നമ്മളെ പണിയും സാമ്പത്തികമായിട്ട്. ഇപ്പോഴും നമ്മളെ നിലവിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ വരണമെന്നാണ് നമ്മളെല്ലാവരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സർക്കാരെ കൊണ്ടേ നമുക്ക് കോണമുള്ളൂ. കാരണം വെച്ചാൽ മറ്റുള്ള സർക്കാർ വന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് നല്ല എല്ലാം കൊണ്ടും കാഴ്ചയായിട്ട് റോഡ് വരാനും അതിനുള്ള എല്ലാ സംവിധാനവും നമുക്ക് സർക്കാരിനെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ സർക്കാർ വന്നാൽ ബുദ്ധിമുട്ടാവും. നാളെ വോട്ടിൻ്റെ ഇത് തുടങ്ങുകയാണ്. മൂന്നാമതും പിണറായി സർക്കാർ വരണം തന്നെയാണ് നമുക്ക് ആഗ്രഹം. സാധാരണ പെൻഷൻ തന്നെ എല്ലാവർക്കും വർധനവുണ്ടായിട്ടുണ്ട്. പിന്നെ റോഡ് വികസനങ്ങൾ, പിന്നെ സ്ത്രീ സുരക്ഷ, ഇത് പിന്നെ സാധാരണക്കാർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. മൂന്നാമതും പിണറായി സർക്കാർ വരണം എന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. കേരളത്തിന് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ ബഹുമാനപ്പെട്ട 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രി പിണറായിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്തെല്ലാം പ്രയാസങ്ങൾ, നിപ്പ, കൊറോണ, വെള്ളപ്പൊക്കം, ദുരന്തം പലതും തരണം ചെയ്ത് ശക്തമായ നേതൃത്വം കേരള ജനതയ്ക്ക് നൽകിയ ഏക മുഖ്യമന്ത്രി പിണറായിയാണ്. അദ്ദേഹം തന്നെ വീണ്ടും വരികയാണ് ഏറ്റവും ഗുണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നാളെ ജനങ്ങൾ അതിനനുസരിച്ച് ഉയരണമെന്നാണ് എൻ്റെ വിനയപൂർവ്വമുള്ള വിലയേറിയ അഭിപ്രായം എന്ന് ഞാൻ നിങ്ങളോട് സമർത്ഥിക്കുന്നു. കാരണം ഇത്ര ബാക്കിയൊരു ഭാഗത്ത് UDF ആണെങ്കിൽ തമ്മിൽ ആര് മുഖ്യമന്ത്രിയാവും എന്ന് ഇലക്ഷൻ തീരുമാനിക്കുന്നതിന് മുമ്പേ അവർ പരസ്പരം അടികൂടുകയാണ്. ഇങ്ങനൊരു ഘട്ടത്തിൽ ഏകനായ മുഖ്യമന്ത്രി പിണറായി എന്ന് ഇടതുപക്ഷം പറയുന്നു. ഈ സ്ഥിതിയിൽ മുഖ്യമന്ത്രിയായ യോഗ്യം പിണറായി തന്നെ. ഉള്ള ഭരണം തന്നെ വേണമെന്നുള്ളതിലാണ്. എന്തുകൊണ്ട് നോക്കിയാലും നല്ല ഭരണം തന്നെയാണ്. പെൻഷനായി ആദ്യം 1600, ഇപ്പോൾ 2000 ഉറുപ്പ്യ, ഇനിയിപ്പോൾ അതിലും കൂടുന്നാണ് പറയുന്നത്. പിന്നെ എല്ലാം കൊണ്ടും നല്ല ഇതാണ്. പിന്നെ പാവങ്ങൾക്ക് പട്ടിണി മാറ്റാനുള്ള എല്ലാ ഇതുകൊണ്ട് റേഷനും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, അരിയൊക്കെ. എല്ലാം കൊണ്ടും നല്ലൊരു ഭരണമാണ്. ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമാണ്. കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണ്. നിലവിലുള്ള ഭരണത്തിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും കാരണം വിലക്കയറ്റവും കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണ്.